നമ്മൾ മീനിപ്പോൾ കഴുകി വെച്ചിട്ടുണ്ട്. കഴുകി വെച്ച് മീനിനെ ഒരു ചെറിയ ചെറിയ സൈസായിട്ട് ഇനി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന് വേണ്ട ഒരു മസാല ഇടാൻ പറ്റുള്ളൂ. മസാല എന്ന് പറഞ്ഞാൽ വലിയ മസാല ഒന്നുമില്ല, ജസ്റ്റ് മഞ്ഞപ്പൊടിയും ഉപ്പും, ഇത് രണ്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ നേരെ കട്ട് ചെയ്തെടുക്കാം. പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ തല യൂസ് ചെയ്യൂല, അവർ ഈ തല ഫിഷ് കറിക്ക് അവർ യൂസ് ചെയ്യൂല എന്നാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ എന്താണെന്ന്. നമുക്ക് എന്തായാലും തല മാറ്റി വെച്ചേക്കാം. യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കളയാം. അതനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം. മീൻ ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്ത മീനിനെ അടുത്ത് ചെയ്യാൻ പോകുന്ന പരിപാടി ഉപ്പിട്ട് കഴുകിയെടുക്കണം. കാര്യം നമ്മൾ വെളിരാജ്യത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മീനിനെ ഉപ്പിട്ട് കഴുകിയെടുത്തില്ലെങ്കിൽ ഇതിൽ ഒരുമാതിരി സ്മെല്ലുണ്ടാവും. അത് ഉപ്പിട്ട് കഴുകിയെടുക്കുമ്പോൾ ഐ തിങ്ക് അമോണിയയുടെ സ്മെല്ലാണെന്ന് എനിക്ക് തോന്നുന്നത്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിനെ ഉപ്പിട്ട് കഴുകിയെടുക്കും. നമ്മളൊക്കെ ഉപ്പിട്ട് കഴുകിയെടുക്കുമ്പോൾ ആ സ്മെല്ല് പിന്നെ കാണില്ല. അതുകൊണ്ട് നമ്മൾ ഇനി ഇതിനെ ഉപ്പിട്ട് കഴുകിയെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട വലിയൊരു ഇൻഗ്രീഡിയൻസ് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം, ഞാൻ അളവ് കറക്റ്റ് പറയുന്നില്ല, 1/2 ടീസ്പൂണോളം നമുക്ക് മഞ്ഞപ്പൊടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് ഇനി നേരെ ഇത് ഈ മഞ്ഞപ്പൊടിയിൽ വരട്ടിയെടുക്കുക. മഞ്ഞപ്പൊടി ഇങ്ങനെ ചെയ്യും പാനി എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഇതിനെ ഒന്ന് പെരട്ടിയെടുക്കണം. പെരട്ടിയെടുത്തിട്ടാണ് നമുക്ക് അടുത്ത പരിപാടിക്ക് വേണ്ടി പോകാൻ. അപ്പോൾ നമ്മൾ ആ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് സാധനം എന്താ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സാധനത്തിനെ 10 മിനിറ്റ് ഫ്രിഡ്ജ് കയറ്റി വയ്ക്കാൻ പോകുക. അതാണെന്നല്ല മാരിനേറ്റ് ചെയ്യാം. അപ്പം പയം വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റ് നിന്ന് അതൊക്കെ ഒന്ന് തണുത്ത് സെറ്റായിട്ട് വരുമ്പോൾ അടുത്ത നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സാധനം വെളിയിറക്കാൻ പോവുകയാണ്. മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ച് സെറ്റപ്പായിട്ട് കിടപ്പുണ്ട്. ഇനിയാണ് ഇത് കൊണ്ടിട്ടുള്ള ബാക്കിയുള്ള പരിപാടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിൽ വെച്ചാണ് നമ്മൾ വെളിയിലുള്ള പരിപാടി ചെയ്യുന്നത്. പാൻ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സംഭവം അപ്പോൾ ആവശ്യത്തിന് പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നേരെ ഇതിലേക്ക് മീനിടാം. നമുക്ക് ഇതിലോട്ട് മീനിടാം. അപ്പോൾ നമ്മുടെ മീൻ ഇതാ ഈ രീതിയിൽ ഒന്ന് നന്നായിട്ട് ചുവന്ന് വരും. ആ ഒരു ഗോൾഡൻ കളർ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഗോൾഡൻ കളർ വന്നതിന് ശേഷം നമുക്ക് ഈ മീനിപ്പോൾ എടുക്കാം. ഇതിപ്പോൾ നമുക്ക് എടുക്കേണ്ട ഭാഗമായിട്ടുണ്ട്. നമുക്കിപ്പോൾ നേരെ എന്തായാലും മീനിനെ എടുക്കാം. മീൻ നമ്മൾ അരിഞ്ഞ് വെച്ചു. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്ന പൊട്ടാറ്റോ ആണ്. ഇതേപോലെയൊക്കെ നല്ല ചെറിയ സൈസിൽ അരിഞ്ഞ് വെച്ചിട്ട്
ഇതാ ഇതേപോലെ ഒന്ന് പൊട്ടാറ്റോ ഒന്ന് ഇട്ട് കൊടുക്കുക. നേരത്തെ മീൻ പൊരിച്ച അതേ എണ്ണയിൽ തന്നെയാണ് ഇപ്പോൾ ഇതിനുള്ള മസാലയും കൂടെ ചെയ്യാൻ പോകുന്നത്. അതിന്